കേരള സർവകലാശാലയിൽ ഗവർണർക്കെതിരായ ബാനർ നീക്കില്ല. ജനാധിപത്യ പ്രതിഷേധം വിലക്കേണ്ട ആവശ്യമില്ല എന്നാണ് സിൻഡിക്കേറ്റിന്റെ നിലപാട്. ഭൂരിപക്ഷ നിലപാടിനോട് വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ വിയോജിച്ചു. കേരള സെനറ്റിലേക്കുള്ള നാമനിർദ്ദേശ പട്ടിക നൽകിയിട്ടില്ലെന്നും വി സി പറഞ്ഞു. ലിസ്റ്റ് നൽകാൻ നിയമപരമായി ബാധ്യത ഇല്ലെന്നാണ് വൈസ് ചാൻസലറുടെ നിലപാട്. വി എ ഗിരീഷ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, ഈ തർക്കം ഇങ്ങനെ തുടരുകയാണോ? ഉന്മേഷ്, ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ സിൻഡിക്കേറ്റ് എത്തിയിരിക്കുന്നത്. ഗവർണർക്കെതിരെ സർവകലാശാലയുടെ ക്യാമ്പസുകളിൽ സ്ഥാപിച്ച ബാനറുകൾ നീക്കം ചെയ്യേണ്ട എന്ന് ഇപ്പോൾ സിൻഡിക്കേറ്റ് തീരുമാനിച്ചിരിക്കുന്നു. ഈ ബാനറുകൾ ജനാധിപത്യ പ്രതിഷേധം മാത്രമാണ്. അതുകൊണ്ട് തന്നെ സർവകലാശാലയിൽ ഇത് വിലക്കേണ്ട ആവശ്യമില്ല. അതോടൊപ്പം എന്നാൽ ഭൂരിപക്ഷ നിലപാടിനോട് വിയോജിക്കുകയാണ് വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ ചെയ്തത്. സിൻഡിക്കേറ്റിന്റെ ഈ തീരുമാനത്തെ അദ്ദേഹം എതിർക്കുകയും ചെയ്തു. നേരത്തെ തന്നെ ചാൻസലർ കൂടിയായ ഗവർണർ എല്ലാ വൈസ് ചാൻസലർമാർക്കും സർവകലാശാലകളിൽ നിന്ന് തനിക്കെതിരായിട്ടുള്ള ബാനറുകൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കേരള സർവകലാശാല ആദ്യം തന്നെ ഈ തീരുമാനത്തെ എതിർക്കുകയാണ് ചെയ്തത്. ഇതോടൊപ്പം ഏറ്റവും പ്രധാനമായുള്ള മറ്റൊരു നിർദ്ദേശം കൂടി ഇന്ന് സിൻഡിക്കേറ്റിനുണ്ടായത് കേരള സെനറ്റിലേക്കുള്ള നാമനിർദ്ദേശത്തിൽ സർവകലാശാലയിൽ നിന്ന് ചാൻസലർക്ക് ലിസ്റ്റ് നൽകിയിട്ടില്ല എന്ന വൈസ് ചാൻസലറുടെ വെളിപ്പെടുത്തലാണ്. ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ തന്നെയാണ് വി സി മോഹൻ കുന്നുമ്മൽ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. മുമ്പ് ലിസ്റ്റ് നൽകിയത് കീഴ്വഴക്കം മാത്രമാണ് എന്നാണ് വി സി പറയുന്നത്. എന്നാൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇതിനെ എതിർക്കുകയാണ്. ലിസ്റ്റ് അട്ടിമറിച്ചത് ചാൻസലർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം നിയമനം നടത്താൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് കേരള സർവകലാശാലയിൽ നിന്ന് ഒരു പട്ടിക നൽകാത്തത് എന്നുള്ളതാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഉന്മേഷ്, ശരി. വി എ ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. സർക്കാരിനെതിരായി വിമർശനം തുടർന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. തന്റെ കാർ ആക്രമിച്ചവർക്കെതിരെ നടപടിയില്ലെന്ന് ഗവർണർ ഇന്നും ആവർത്തിച്ചു. സർവകലാശാല സെനറ്റിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത് തന്റെ ഉത്തരവാദിത്തമാണ്. പേരുകൾ എവിടെ നിന്നാണ് ലഭിച്ചതെന്ന് വെളിപ്പെടുത്തേണ്ട കാര്യമില്ലെന്നും ഗവർണർ പറഞ്ഞു. I have taken into consideration the merits which have been submitted to me. I have not taken their political affiliation into consideration. So from so many sources. And I am neither obliged to tell you the sources from it. So many sources. So maybe some media people have also recommended some names. There are so many sources. I'm open to that. Secondly, this is my statutory function, duty. And I'm under the law. I am not bound to accept any recommendation or reject it. There is nothing like that. അയോധ്യ വിഷയത്തിലും പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ സംബന്ധിച്ച ചോദ്യത്തോടും മാധ്യമങ്ങളോട് ക്ഷുഭിതനായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സത്യപ്രതിജ്ഞ സംബന്ധിച്ച ചോദ്യം അനാവശ്യം എന്നായിരുന്നു ഗവർണറുടെ പ്രതികരണം. അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിൽ താൽപര്യമുള്ളവർ പങ്കെടുക്കട്ടെയെന്നും തന്റെ വായിൽ അനാവശ്യമായ വാക്കുകൾ കുത്തിക്കയറ്റാൻ ശ്രമിക്കരുതെന്നും ഗവർണർ പറഞ്ഞു. It is up to why should I comment on them? It is up to them to decide. You receive an invite. It is for you to decide whether you want to attend an event or do not want to attend an event. ഒരാഴ്ചയ്ക്ക് ശേഷം കേരളത്തിലേക്ക് മടങ്ങിയെത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രതിഷേധം തുടർന്ന് SFI തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് രാജ്ഭവനിലേക്കുള്ള വഴിമധ്യേ AKG സെന്ററിന് സമീപത്ത് വെച്ച് കരിങ്കൊടി കാണിച്ചു. പോലീസ് പഴുതടച്ച സുരക്ഷ ഉറപ്പാക്കിയിട്ടും ഗവർണറുടെ വാഹന വ്യൂഹത്തിന് നേരെ 4 SFI പ്രവർത്തകർ ചാടി വീഴുകയായിരുന്നു. പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചാൻസലർക്കെതിരായ പ്രതിഷേധം തുടരുമെന്ന നിലപാടിലാണ് SFI. തന്റെ വാഹനത്തിന് നേരെ ആക്രമണമുണ്ടായിട്ടും പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന വിമർശനം ഗവർണർ ആവർത്തിച്ചു. On the way from Raj Bhavan to airport, it was the third time when I got down from the car and these people ran away and they were arrested. The earlier 2 places was any arrest made and they had hit the car. They have damaged the government property. Have they taken any action? If the head of the state can be attacked, why you can't be? ഖത്തറിൽ ഇന്ത്യയുടെ നയതന്ത്ര വിജയം.
ചാരവൃത്തി ആരോപിച്ച് ഖത്തറിൽ തടവിലാക്കപ്പെട്ട ഇന്ത്യൻ മുൻ നാവിക ഉദ്യോഗസ്ഥർക്ക് ആശ്വാസം. മലയാളി ഉൾപ്പെടെ 8 പേരുടെ വധശിക്ഷ അപ്പീൽ കോടതി റദ്ദാക്കി. ഇവർക്കുള്ള നയതന്ത്ര പിന്തുണയും നിയമസഹായവും തുടർന്നും ഉറപ്പാക്കുമെന്ന് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ 24നോട് പറഞ്ഞു. വധശിക്ഷ ജയിൽ ശിക്ഷയായി കുറച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ഉത്തരവിന്റെ പകർപ്പ് പുറത്തുവിടാത്തതിനാൽ ജയിൽ ശിക്ഷ എത്ര കാലത്തേക്കെന്ന് വ്യക്തമല്ല. 2022 ചാരപ്രവർത്തനം ആരോപിച്ച് ഉദ്യോഗസ്ഥരെ ഖത്തർ തടവിലാക്കിയത്. ചാരവൃത്തി കേസിൽ തിരുവനന്തപുരം സ്വദേശി രാകേഷ് ഗോപകുമാർ അടക്കം 8 ഇന്ത്യക്കാരുടെ വധശിക്ഷ തടവുശിക്ഷയായാണ് ഖത്തറിലെ അപ്പീൽ കോടതി ഇളവ് ചെയ്തത്. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഖത്തറിലെ ഇന്ത്യൻ അംബാസഡറും നയതന്ത്ര ഉദ്യോഗസ്ഥരും തടവിലുള്ള ഇന്ത്യക്കാരുടെ കുടുംബാംഗങ്ങളും കോടതിയിൽ ഉണ്ടായിരുന്നതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യക്കാരുടെ മോചനത്തിനായി തുടർന്നും നിയമസഹായങ്ങൾ ലഭ്യമാക്കുമെന്ന് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതുപോലെ തന്നെ തുടർന്നും ഈ ആളുകളുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം വിദേശകാര്യ വകുപ്പും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരും തുടരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഖത്തറിലെ അൽ ദഹ്റ ഗ്ലോബൽ ടെക്നോളജീസ് ആൻഡ് കൺസൾട്ടിംഗ് കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു 8 പേരും. ഖത്തറിന്റെ മുങ്ങിക്കപ്പൽ നിർമ്മാണ രഹസ്യങ്ങൾ ഇസ്രയേലിന് ചോർത്തി നൽകിയെന്നാരോപിച്ചാണ് 2022 ഓഗസ്റ്റിൽ ഇവരെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഒക്ടോബർ 26 വിചാരണ കോടതി വധശിക്ഷ വിധിച്ചു. ഇക്കാര്യം ഖത്തർ ഔദ്യോഗികമായി അറിയിച്ചതിനു പിന്നാലെ ഇന്ത്യ നയതന്ത്ര രാഷ്ട്രീയ തലങ്ങളിൽ പലതവണ ഇടപെടൽ നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീറുമായി ആശയവിനിമയം നടത്തി. ഇന്ത്യയുടെ നയതന്ത്ര വിജയം കൂടിയാണ് ശിക്ഷാ ഇളവ്. 24 ഡൽഹി. ഫ്രണ്ട് ന്യൂസിലേക്ക് തിരികെ. കെ ബി ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും നാളെ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. തൽക്കാലം വകുപ്പ് മാറ്റം ഇല്ലെന്നാണ് LDF നേതൃത്വം നൽകുന്ന സൂചന. കെ ബി ഗണേഷ് കുമാറിന് സിനിമാ വകുപ്പ് നൽകണോ എന്നതിൽ മുഖ്യമന്ത്രി അന്തിമ തീരുമാനം എടുക്കും. ഗണേഷ് കുമാറിന് സിനിമാ വകുപ്പ് നൽകുന്നതിൽ LDFൽ എതിർപ്പില്ല. വകുപ്പൊഴിയുന്നതിൽ മന്ത്രി സജി ചെറിയാനും താൽപ്പര്യക്കുറവില്ല. എന്നാൽ നിലവിൽ വകുപ്പ് മാറ്റം മുന്നണിയുടെ ആകെ ഘടനയെ ബാധിക്കുമോ എന്നുള്ളതാണ് LDFന്റെ ആശങ്ക. മറ്റുള്ളവരും വകുപ്പ് മാറ്റം ആവശ്യപ്പെട്ടാൽ മുന്നണി പ്രതിരോധത്തിലാകും. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രിയുടേതാണ്. സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ട് മുൻപ് വകുപ്പുകൾ സംബന്ധിച്ച് അന്തിമ ധാരണയാകും. എന്നാൽ ആന്റണി രാജു വഹിച്ചിരുന്ന ഗതാഗത വകുപ്പ് ഗണേഷ് കുമാറിനും അഹമ്മദ് ദേവർകോവിൽ വഹിച്ചിരുന്ന തുറമുഖം കടന്നപ്പള്ളി രാമചന്ദ്രനും തന്നെയാകും ലഭിക്കുക. നാളെ വൈകുന്നേരമാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് ബഹിഷ്കരിക്കാൻ നേരത്തെ UDF തീരുമാനിച്ചിരുന്നു. മറ്റു പ്രതിഷേധങ്ങൾ കൂടി സംഘടിപ്പിക്കാൻ UDF ആലോചിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. അയോധ്യയിൽ കോൺഗ്രസ് എത്തുമോ? അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ ഭിന്നത രൂക്ഷം. ചടങ്ങിൽ പങ്കെടുക്കരുത് എന്ന് KPCC ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടെന്ന് K മുരളീധരൻ MP. ചടങ്ങിൽ പങ്കെടുക്കണം എന്ന നിലപാടാണ് ഉത്തരേന്ത്യയിലെ PCC നേതൃത്വങ്ങൾക്ക്. ചടങ്ങിൽ പങ്കെടുക്കണം എന്ന നിലപാട് UP കോൺഗ്രസ് നേതൃത്വം ഹൈക്കമാൻഡിനെ അറിയിച്ചു. ജനുവരി 22 രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് ക്ഷണം കിട്ടിയ കോൺഗ്രസ് നേതാക്കൾ വെട്ടിലായി. മുസ്ലിം ലീഗിന്റെ എതിർപ്പ് അവഗണിക്കാനാവില്ലെന്ന് തിരിച്ചറിഞ്ഞ KPCC നേതൃത്വം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടെന്ന വാർത്ത K മുരളീധരൻ MP സ്ഥിരീകരിച്ചു. ഇപ്പോൾ കോൺഗ്രസിന് പാർട്ടിക്കുള്ളിലും ഇന്ത്യ മുന്നണിയിലെ കക്ഷികളുമായിട്ട് കൂടിയാലോചിച്ച് ഉചിതമായൊരു തീരുമാനം പാർട്ടിയുടെ ദേശീയ നേതൃത്വം സ്വീകരിക്കും. അതിൽ കേരളത്തിലെ പാർട്ടിയുടെ വികാരം ഞങ്ങൾ ശ്രീ KC വേണുഗോപാലിനെ അറിയിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും അതിൽ പങ്കെടുക്കരുതെന്നാണ് കേരളത്തിലെ പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം. വ്യക്തമായ പ്രതികരണം ഡോക്ടർ ശശി തരൂർ MP ഇന്നും നൽകിയില്ല. അഭിപ്രായത്തിൽ വ്യക്തികളെയാണ് ക്ഷണിച്ചിരിക്കുന്നത്, വ്യക്തികളാണ് തീരുമാനിക്കേണ്ടത്. ഇതിനെ ഒരു ക്ഷേത്രത്തിൽ പോകുന്നത് ഒരു വ്യക്തിയുടെ താല്പര്യം അനുസരിച്ച് ചെയ്യണം നല്ലത്. എന്തായാലും പാർട്ടി പ്രഖ്യാപിക്കും. അവരെ ഒരു പാർട്ടിയായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ടോ അതോ അവർ ഈ 3-4 നേതാക്കളെ വിളിച്ചവർ അവർക്കാണ് ഒരു വ്യക്തിപരമായിട്ട് വിട്ടുകൊടുത്തിരിക്കുന്നത്. അതും കൂടി ഡൽഹിയിൽ നിന്നൊരു പ്രഖ്യാപനം വരട്ടെ. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം യാഥാർത്ഥ്യമായ ക്ഷേത്രത്തിൽ പോകുന്നതിൽ അനൌചിത്യമില്ലെന്ന് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതാവ് ഡോക്ടർ പ്രമോദ് പാണ്ഡെ 24നോട് പറഞ്ഞു. मंदिर निर्माण में कभी भी कांग्रेस की विरोध की कोई भूमिका नहीं रही, कोई वर्जन, कोई ऐसा स्टेटमेंट नहीं आया है. तो वहां जाने और न जाने से कोई परहेज की बात नहीं है. ഭിന്നത ഇന്ത്യ സഖ്യത്തിലും പ്രകടമാണ്. മമതാ ബാനർജിയും മായാവതിയും ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറും ചടങ്ങിനില്ല. ക്ഷണിച്ചാൽ പങ്കെടുക്കുമെന്നാണ് ശരത് പവാറിന്റെയും സമാജ്വാദി നേതാവ് ഡിംപിൾ യാദവിന്റെയും നിലപാട്. ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷവും അയോധ്യയ്ക്കില്ല. BJP പരിപാടിയിൽ എന്തിനു പോകണമെന്നാണ് ഉദ്ധവ് താക്കറെയുടെ നിലപാട്. ഉദ്ധവിനെ ക്ഷണിക്കരുതെന്ന് മഹാരാഷ്ട്രയിലെ BJP നേതാക്കൾ ആവശ്യപ്പെട്ടു. പൊളിറ്റിക്കൽ ഡെസ്ക് 24.
അയോധ്യ രാമക്ഷേത്ര വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കാൻ കോൺഗ്രസിന് മേൽ രാഷ്ട്രീയ സമ്മർദ്ദമേറുകയാണ്. ഒരു വശത്ത് പാർട്ടിയിലെ നേതാക്കൾക്കിടയിൽ തന്നെയുള്ള അഭിപ്രായ ഭിന്നത പരസ്യമായി, മറുവശത്ത് കോൺഗ്രസിന്റെ നിലപാട് ചോദ്യം ചെയ്ത് എതിരാളികളും രംഗത്തുണ്ട്. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനോട് സമ്മിശ്ര പ്രതികരണമാണ് കോൺഗ്രസ് നേതാക്കൾക്ക്. നേതൃത്വം വ്യക്തത വരുത്താത്തതോടെയാണ് അഭിപ്രായ ഭിന്നത പരസ്യമായത്. ബാബറി മസ്ജിദ് തകർത്ത് നിർമ്മിച്ച രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിൽ കോൺഗ്രസ് പങ്കെടുക്കരുതെന്ന് KPCC മുൻ അധ്യക്ഷൻ VM സുധീരൻ. തീവ്ര ഹിന്ദുത്വ വർഗീയ വികാരങ്ങൾ ആളിക്കത്തിക്കാനുള്ള ഒരു ഉപാധിയായി BJP ഈ രാമക്ഷേത്ര നിർമ്മാണത്തെയും അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിനെയും മാറ്റുമ്പോൾ ഒരു കാരണവശാലും അതിൽ പങ്കെടുക്കരുത്, കയ്യോടെ തള്ളണം. വിഷയത്തോട് വൈകാരികമായി പ്രതികരിച്ചാൽ നേട്ടം സംഘപരിവാറിനായിരിക്കുമെന്ന മുന്നറിയിപ്പാണ് മുല്ലപ്പള്ളി രാമചന്ദ്രന് നൽകാനുള്ളത്. അതേസമയം രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ ആശയക്കുഴപ്പത്തിന് കാരണം മുസ്ലിം ലീഗാണെന്ന് കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ പ്രതികരിച്ചു. അങ്ങനെ പങ്കെടുക്കുന്നതിൽ ഭയപ്പെടുന്നതിന്റെ കാരണം മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിനെ ഭയന്നിട്ടാണ് കേരളത്തിൽ കോൺഗ്രസ് പ്രവർത്തിക്കുന്നതെങ്കിൽ കോൺഗ്രസ് പേര് മാറ്റിയിട്ട് മുസ്ലിം ലീഗിൽ ലയിച്ചാൽ മതി. ചടങ്ങിലേക്ക് ക്ഷണം സ്വീകരിച്ച കോൺഗ്രസ് നിലപാടിൽ അത്ഭുതമില്ലെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. ബാബറി മസ്ജിദ് പൊളിച്ചു കൊടുക്കുന്നതിന് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തവരാണ് കോൺഗ്രസ് എന്ന വിമർശനം. ഒരു തരത്തിലും അത്ഭുതത്തിന് അവകാശമില്ല. 92 ഡിസംബർ 6 ബാബറി മസ്ജിദ് പൊളിച്ച സമയത്ത് പൊളിച്ചു തീരുന്നത് വരെ അസാധാരണമായ സംയമനം പാലിച്ച നരസിംഹറാവുവിന്റെ പാർട്ടിയുടെ അധ്യക്ഷയ്ക്ക് അവരെല്ലാവരും കൂടി പൊളിച്ച് പാകപ്പെടുത്തി കൊടുത്ത സ്ഥലത്ത് ഇപ്പോൾ മോദി ഗവൺമെന്റിന്റെ കാർമ്മികത്വത്തിൽ ഈ ക്ഷേത്രം നിർമ്മിക്കുകയും പ്രതിഷ്ഠ നടത്തുകയും ചെയ്യുമ്പോൾ പങ്കെടുക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് CPI ജനറൽ സെക്രട്ടറി D രാജ. കോൺഗ്രസിന് അതിന്റേതായ നിലപാടുകളുണ്ടെന്ന് മാത്രമാണ് വിമർശനങ്ങളോട് നേതൃത്വത്തിന്റെ മറുപടി. ന്യൂസ് ഡെസ്ക് 24. പ്രധാനമന്ത്രിയെ കടന്നാക്രമിച്ച് രാഹുൽ ഗാന്ധി. നാഗ്പൂർ റാലിയിൽ കേന്ദ്ര സർക്കാരിനെയും BJPയെയും കടന്നാക്രമിച്ച് രാഹുൽ ഗാന്ധി. കഴിഞ്ഞ 40 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കിലാണ് രാജ്യമെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. കോൺഗ്രസിന്റെ 139ാം സ്ഥാപക ദിനം രാജ്യമെമ്പാടുമുള്ള പ്രവർത്തകർ ആഘോഷിച്ചു. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നതായിരുന്നു നാഗ്പൂരിൽ കോൺഗ്രസിന്റെ മഹാറാലി. ആത്മവിശ്വാസം ഉയർത്തുന്ന ജനപങ്കാളിത്തം. രാജ്യത്ത് പാർട്ടികൾ തമ്മിലല്ല പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലാണ് പോരാട്ടം നടക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. സുപ്രീം കോടതിയെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും നിയന്ത്രിക്കാൻ BJP ശ്രമിക്കുന്നു. BJPയിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസിൽ ഏതൊരാൾക്കും നേതൃത്വത്തെ ചോദ്യം ചെയ്യാനും വിയോജിക്കാനും കഴിയുമെന്ന് രാഹുൽ ഗാന്ധി. बीजेपी की सरकार ने गरीबी में फिर से धकेल दिया। जो काम हमने भोजन के अधिकार से मनरेगा की मदद से किया वो सब खत्म कर दिया इन लोगों ने. വെറുപ്പിന്റെ ചന്തയിൽ സ്നേഹത്തിന്റെ കട തുറക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള പോരാട്ടം ആരംഭിച്ചെന്നും രാഹുൽ ഗാന്ധി. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് സോണിയാഗാന്ധി മഹാറാലിയിൽ പങ്കെടുത്തില്ല. സ്ഥാപക ദിനത്തിൽ രാവിലെ AICC ആസ്ഥാനത്ത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പതാക ഉയർത്തി. വിവിധ PCCകളും വിപുലമായി സ്ഥാപക ദിനം ആഘോഷിച്ചു. KPCC ആസ്ഥാനത്ത് കേക്ക് മുറിച്ചും കോൺഗ്രസ് പതാക ഉയർത്തിയുമായിരുന്നു ആഘോഷം. 24 ഡൽഹി. CISF തലപ്പത്ത് ചരിത്ര നിയമനം. ആദ്യ വനിതാ മേധാവിയായി നിന സിംഗിനെ നിയമിച്ചു. രാജസ്ഥാൻ കേഡറിലെ 1989 ബാച്ച് IPS ഓഫീസറാണ്. അടുത്ത വർഷം ജൂലൈ 31 വിരമിക്കുന്നതുവരെ തലപ്പത്ത് തുടരും. ബീഹാർ സ്വദേശിയാണ്. 2020 പ്രൊഫഷണൽ മികവിനുള്ള ആദി ഉത്കൃഷ്ട സേവാ മെഡൽ ലഭിച്ചിട്ടുണ്ട്. രാജസ്ഥാനിലെ ഉന്നത പോലീസ് തസ്തികയിലെത്തുന്ന ആദ്യ വനിത എന്ന നേട്ടവും നിന സിംഗ് നേടിയിട്ടുണ്ട്. അനീഷ് ദയാൽ സിംഗിനെ CRPFന്റെയും രാഹുൽ രസ്കോത്രയെ ITBPയുടെയും മേധാവിമാരായും നിയമിച്ചു. കള്ളക്കേസിൽ LDFലും അതിർത്തി. നവകേരള യാത്രക്കിടയിലെ ഷൂവേർ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത 24 റിപ്പോർട്ടർ വിനീത VGക്കെതിരെ കള്ളക്കേസെടുത്തതിൽ LDFലും എതിർപ്പ്. പോലീസിനെ സർക്കാർ തിരുത്തണമെന്ന് RJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ്കുമാർ ആവശ്യപ്പെട്ടു. മാധ്യമ സ്വാതന്ത്ര്യത്തിനൊപ്പമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. സംസ്ഥാനത്തിന്റെ തലവനെതിരെ അക്രമം അഴിച്ചുവിടുന്നവർക്ക് എന്താണ് ചെയ്തു കൂടാത്തത് എന്നായിരുന്നു ഗവർണറുടെ ചോദ്യം. മാധ്യമപ്രവർത്തകരുടെ ഫോൺ രേഖകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ചോർത്തിയതിനെ വിമർശിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM A സലാം രംഗത്തെത്തി.
ഏതായാലും അത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയ വീഴ്ച തന്നെയാണ്. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ പിന്നെ മാധ്യമ സ്വാതന്ത്ര്യം എവിടെയുള്ളത്? അത് ഗവൺമെൻറ്റിൻ്റെ നിലപാടല്ല, എനിക്ക് തോന്നുന്നു മറിച്ച് പോലീസിൻ്റെ ചില ആൾക്കാരുടെ, ഏത് ലെവലിൽപ്പെട്ട ആൾക്കാരെന്ന് എനിക്കറിയില്ല, അവർ നടത്തിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അല്ല, മാധ്യമ സ്വാതന്ത്ര്യത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാനിക്കും. സൈബർ ആക്രമണങ്ങളുടെ ശൈലി ഒരു ആരോഗ്യകരമായ ശൈലിയല്ല. ഇടതുപക്ഷത്തിൻ്റെ നിലപാട് അത്തരം എല്ലാ നീക്കങ്ങളും തെറ്റാണെന്നാണ്. എനിക്ക് നല്ല ഉറപ്പാണ്, നിങ്ങൾ കുറ്റമാരോപിക്കാൻ ശ്രമിക്കും പോലെ ബന്ധപ്പെട്ട ഒരു ഇടതുപക്ഷ പാർട്ടിയും അത് ചെയ്യില്ല. If here the head of the state can be attacked, then why you are so surprised if the cases are filed against the pressman? Can you imagine any other state where head of the state can be attacked and you never ask this question? കേസെടുത്തിട്ട് പിന്നെ അവരെ എത്രമാത്രം ഉപദ്രവിക്കാൻ കഴിയും അത്രമാത്രം. അതിൽ സ്ത്രീകളാണെന്ന് പരിഗണന കൊടുക്കുന്നില്ല, കുട്ടികളാണെന്ന് പരിഗണന കൊടുക്കുന്നില്ല, മാന്യതയുടെ പരിവേഷം പോലും ഇല്ലാതെ എത്ര മൃഗീയമായി അവർക്കെതിരെ പോലീസ് ഒഫീഷ്യലായി രഹസ്യമായി കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ടുകൾ പോലും ഭരണകക്ഷി മുഖേന ചോർന്ന് പുറത്തു പോവുകയാണ്. പ്രസവ ശസ്ത്രക്രിയയുടെ യുവതിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ കേസിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ വാദങ്ങൾ തള്ളി പോലീസിന്റെ കുറ്റപത്രം. കുന്നമംഗലം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് 750 പേജുകളുള്ള കുറ്റപത്രം പോലീസ് സമർപ്പിച്ചത്. 2017 MRI സ്കാൻ റിപ്പോർട്ട് അന്വേഷണത്തിൽ നിർണായകമായെന്ന് മെഡിക്കൽ കോളേജ് ACP K സുദർശൻ പറഞ്ഞു. വാർത്ത പുറത്തുകൊണ്ടുവന്ന 24-ന് പരാതിക്കാരി ഹർഷിന നന്ദി അറിയിച്ചു. നവംബർ 30 കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 3ാം പ്രസവ ശസ്ത്രക്രിയക്കിടയിലാണ് ഹർഷിനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയത്. 5 വർഷം കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ വെച്ച് തന്നെയാണ് ഈ കത്രിക പുറത്തെടുത്തത്. മെഡിക്കൽ കോളേജ് അധികൃതരും ആരോഗ്യവകുപ്പും നടത്തിയ അന്വേഷണത്തിൽ കത്രിക മെഡിക്കൽ കോളേജിലേത് അല്ല എന്നായിരുന്നു കണ്ടെത്തൽ. മാർച്ച് 1 പോലീസ് അന്വേഷണം ആരംഭിച്ചു. 10 മാസത്തിന് ശേഷമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 60 സാക്ഷികളാണുള്ളത്. ഏകദേശം 40ഓളം രേഖകൾ നമ്മൾ ബന്ധവസ്ഥയെടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 750 പേജുള്ള ഒരു കുറ്റപത്രമാണ് തയ്യാറാക്കി കൊടുത്തിരിക്കുന്നത്. ഈ മെഡിക്കൽ ബോർഡ് നമ്മൾ റിപ്പോർട്ട് കൊടുത്തപ്പോഴും അതിനകത്ത് അവർ പറഞ്ഞത് നെഗ്ലിജൻസ്, ഡോക്ടർമാരുടെ ഭാഗത്ത് നെഗ്ലിജൻസ് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അത് എവിടെ നിന്നാണ് കണ്ടെത്താൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ നമ്മുടെ ഫൈൻഡിങ്സിലാണ് നമുക്ക് ഈ MRI തെളിവ് വെച്ചാണ്, ശാസ്ത്രീയ പരിശോധന അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇത് ഇവിടെ വെച്ചാണ് നമ്മൾ കണ്ടെത്താൻ പറ്റുന്നത്. കത്രിക കോഴിക്കോട് മെഡിക്കൽ കോളേജിലേത് തന്നെയെന്നതിനെ ശാസ്ത്രീയ തെളിവുകൾ കുറ്റപത്രത്തിൽ പരാമർശിക്കുന്നുണ്ട്. ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ CK രമേശൻ, ഡോക്ടർ M ഷഹന, സ്റ്റാഫ് നഴ്സുമാരായ മഞ്ജു, രഹന എന്നിവരാണ് പ്രതികൾ. 2 വർഷം തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. നീതിക്കു വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒപ്പം നിന്ന 24-ന് ഹർഷിന നന്ദി പറഞ്ഞു. 24 ആണ് ഫസ്റ്റിൽ തന്നെ. അപ്പോൾ അത് അത്രയും സീരിയസ് ആയിട്ടാണ് അവർ റിപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് ബാക്കിയുള്ളവരും കൂടെ ഏറ്റെടുത്തത്. അപ്പോൾ ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. അപ്പം ഈ മീഡിയ സപ്പോർട്ട് ചെറുതല്ല, അത്രയും നമ്മളെ ഈ ഒരു ഘട്ടത്തിൽ വരെ എത്തി നിൽക്കുന്നതിൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് മീഡിയ ആണ്. നമ്മൾ 24 ചാനലിനോട് വളരെയധികം നന്ദി അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. നഷ്ടപരിഹാരം ലഭിക്കുന്നതുവരെ നിയമപോരാട്ടം തുടരാനാണ് ഹർഷിനയുടെയും സമരസമിതിയുടെയും തീരുമാനം. 24 കോഴിക്കോട്. അന്തരിച്ച പ്രശസ്ത നാടക കലാകാരനും സംവിധായകനുമായ പ്രശാന്ത് നാരായണന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. മൃതദേഹം ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കും. നാളെ രാവിലെ 10 മണിക്ക് വയലൂപ്പള്ളി സംസ്കൃത ഭവനിൽ പൊതുദർശനം നടക്കും. ശേഷം കാലടിയിലെ സഹോദരന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. വൈകിട്ട് 3:30 ശാന്തി കവാടത്തിൽ സംസ്കാരം നടക്കും. പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ. CPI സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വത്തെ ഏകകണ്ഠമായി തെരഞ്ഞെടുത്തു. സംസ്ഥാന കൗൺസിലിന്റേതാണ് തീരുമാനം. പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായിരുന്ന AP ജയനെതിരായ അച്ചടക്ക നടപടിക്കും സംസ്ഥാന കൗൺസിൽ അംഗീകാരം നൽകി. ബിനോയ് വിശ്വത്തെ സംസ്ഥാന സെക്രട്ടറിയായി സംസ്ഥാന എക്സിക്യൂട്ടീവ് നിശ്ചയിച്ചിരുന്നു. ഇന്ന് ചേർന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ ജനറൽ സെക്രട്ടറി D രാജ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബിനോയ് വിശ്വത്തിന്റെ പേര് നിർദ്ദേശിച്ചു. ചർച്ചകളിലേക്ക് കടക്കാതെ സംസ്ഥാന കൗൺസിൽ ഇത് അംഗീകരിക്കുകയായിരുന്നു. എക്സിക്യൂട്ടീവ് യോഗത്തിന്റെ തീരുമാനത്തിൽ ചില മുതിർന്ന നേതാക്കൾ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നെങ്കിലും സംസ്ഥാന കൗൺസിൽ ഇത് ചർച്ചയ്ക്ക് വന്നില്ല. പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയിരുന്ന AP ജയനെതിരെയുള്ള അച്ചടക്ക നടപടിക്കും സംസ്ഥാന കൗൺസിൽ യോഗം അംഗീകാരം നൽകി. ജയനെതിരായ നടപടിയിൽ ചില അംഗങ്ങൾ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. AP ജയനെയും കൗൺസിൽ യോഗത്തിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. നടപടി പിൻവലിക്കണമെന്ന് അഭ്യർത്ഥിച്ച ജയൻ ബാങ്ക് വായ്പയുടെ രേഖകൾ ഹാജരാക്കി. എന്നാൽ ജയന്റെ വാദങ്ങൾ തള്ളിയാണ് കൗൺസിലിന്റെ നടപടി. പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുമാറ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതത്തെ പറ്റിയുള്ള പാർട്ടി കാഴ്ചപ്പാടിന് വ്യത്യസ്തമായി ചില തെറ്റുകൾ കാണിച്ച സഖാവിൻ്റെ മേൽ പാർട്ടിയുടെ ഭരണഘടന പറയുന്ന പ്രകാരമുള്ള ഒരു ശിക്ഷയാണ് ഉണ്ടായത്.
അദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്തു. അവിടെ പുതിയൊരു കമ്മിറ്റി ചുമതലയേൽക്കും. പകരം പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ സഖാവ് ശശിധരൻ ചുമതലയേൽക്കും. ബിനോയ് വിശ്വത്തിനെ സമവായത്തിലൂടെ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നായിരുന്നു കേന്ദ്ര നേതൃത്വത്തിന്റെയും നിലപാട്. കൗൺസിൽ തീരുമാനത്തിലൂടെ ഒരു ഇടവേളയ്ക്ക് ശേഷം ബിനോയ് വിശ്വം സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാവുകയാണ്. 24 തിരുവനന്തപുരം. ശബരിമല സന്ദർശനത്തിന് സന്നിധാനത്ത് ദർശനത്തിനെത്തിയ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണനെ അധിക്ഷേപിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട പരുമല സ്വദേശിക്കെതിരെ പുളിക്കീഴ് പോലീസ് കേസെടുത്തു. പരുമല ഇടക്കാട്ട് വീട്ടിൽ ശരത് നായർക്കെതിരെയാണ് നടപടി. ഡിവൈഎഫ്ഐ പരുമല മേഖലാ സെക്രട്ടറി യു ശ്രീജിത്താണ് പരാതിക്കാരൻ. തങ്കിയങ്കി ചാർത്തിയുള്ള ദീപാരാധനാ സമയത്തെ മന്ത്രിയുടെ ഫോട്ടോ ഉൾപ്പെടുത്തി ജാതീയ അധിക്ഷേപം നടത്തി ഫേസ്ബുക്ക് പോസ്റ്റിട്ടതിനാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. ഒളിവിൽ പോയ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി. പ്രധാനമന്ത്രിയുടെ തൃശൂർ സന്ദർശനവും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും ചർച്ച ചെയ്യാൻ BJP സംസ്ഥാന ഭാരവാഹി യോഗം തൃശൂരിൽ ചേർന്നു. BJP വിജയസാധ്യത കൽപ്പിക്കുന്ന തിരുവനന്തപുരം, തൃശൂർ മണ്ഡലങ്ങളിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. വിമർശനങ്ങൾക്കിടെ സംസ്ഥാന IT സെൽ ഭാരവാഹികളുടെ യോഗവും ചേർന്നു. ജനുവരി 3-നാണ് പ്രധാനമന്ത്രിയുടെ തൃശൂരിലെ പരിപാടി. മഹിളാ സംഗമം എന്ന് പേരിട്ട പരിപാടി BJP തെരഞ്ഞെടുപ്പ് പ്രചാരണം ലക്ഷ്യമിട്ടാണ് സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് വിജയം പ്രതീക്ഷിക്കുന്ന മണ്ഡലമാണ് തൃശൂർ. 2019 ലോക്സഭയിലേക്കും 2021 നിയമസഭയിലേക്കും മത്സരിച്ച് പരാജയപ്പെട്ടിട്ടും സുരേഷ് ഗോപി തൃശൂരിൽ സജീവമാണ്. ശക്തമായ ത്രികോണ മത്സരത്തിലൂടെ ഇത്തവണ വിജയിക്കുമെന്നാണ് BJP വിലയിരുത്തൽ. ഓരോ മണ്ഡലങ്ങളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തേണ്ട പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യും. ക്രൈസ്തവ സഭാ നേതാക്കളുമായുള്ള പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ചയും മാർപ്പാപ്പയെ ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും കൊണ്ടുവരുമെന്ന പ്രഖ്യാപനമുണ്ടാക്കിയ മാറ്റങ്ങളും നവകേരള സദസ്സിലെ പ്രതിഷേധങ്ങളിലൂടെ പ്രതിപക്ഷത്തിന് കിട്ടിയ മേൽക്കൈ തുടങ്ങി സംസ്ഥാന ദേശീയ സാഹചര്യങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. IT സെൽ യോഗത്തിൽ പ്രചാരണ രംഗത്തെ സജീവമില്ലായ്മ ചർച്ചയാകും. സാമൂഹ്യ മാധ്യമങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ഏറെ പിന്നിലാണ് കേരളമെന്ന് നേരത്തെ ദേശീയ നേതൃത്വം കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് IT സെൽ പുനഃസംഘടിപ്പിച്ചു. അതിനുശേഷം ചേരുന്ന ആദ്യ യോഗം കൂടിയാണ് ഇന്നത്തേത്. 24 തൃശൂർ. പ്രധാനമന്ത്രിയുടെ തൃശൂർ സന്ദർശനത്തോട് അനുബന്ധിച്ച് മിനി പൂരം ഒരുക്കാൻ പാറമേക്കാവ് ദേവസ്വം. പൂരം പ്രദർശനത്തിന്റെ തറവാടകയുമായി ബന്ധപ്പെട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡുമായി തർക്കം തുടരുമ്പോഴാണ് പാറമേക്കാവിന്റെ അപ്രതീക്ഷിത നീക്കം. 15 ആനകളെ അണിനിരത്തിയുള്ള പൂരത്തിൽ കുടമാറ്റവും ചെമ്പടമേളവും ഉണ്ടാകും. പൂരം പ്രതിസന്ധി പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 2-ന് പകൽപൂരം നടക്കും. പൂരം പ്രദർശനത്തിന്റെ തറവാടക സംബന്ധിച്ച തർക്കത്തിനിടെയാണ് സംസ്ഥാന സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി പാറമേക്കാവ് ദേവസ്വത്തിന്റെ നീക്കം. ജനുവരി 3-ന് തൃശൂരിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ മിനി പൂരമൊരുക്കും. റോഡ് ഷോയ്ക്കിടെ പ്രധാനമന്ത്രി പൂരത്തിന് മുൻപിലെത്തുന്ന വിധമാണ് പരിപാടി. തെക്കോട്ടിറക്കവും കുടമാറ്റവും. തെക്കേ ഗോപുരനടയ്ക്കു പകരം പാറമേക്കാവിന് മുൻവശമാകും വേദി. 15 ആനകളെ അണിനിരത്തും. 200-ലേറെ കലാകാരന്മാർ പങ്കെടുക്കുന്ന ചെമ്പടമേളവും ഉണ്ടാകും. പൂരത്തിന്റെ അനുമതിക്കായി ശ്രമം തുടങ്ങി. പൂരപ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസിന് മുൻപിൽ പ്രതീകാത്മക പകൽപൂരം നടത്തും. പൂരം എന്ന നിലയിലും സാംസ്കാരിക ഉത്സവം എന്ന നിലയിലും ഇന്ത്യയുടെ തന്നെ ടൂറിസം മേഖലയ്ക്ക് വലിയ കോൺട്രിബ്യൂഷൻ നൽകുന്ന ഒരു ഫെസ്റ്റിവൽ എന്ന നിലയിൽ പൂരത്തിന് വേണ്ടി നടത്തുന്ന പൂരം എക്സിബിഷന് പൂർണ്ണമായും സൗജന്യം നിരക്ക് കൊടുക്കണമെന്ന് കോൺഗ്രസ് ആവർത്തിക്കുകയാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ 2ാം ഘട്ട സമരമാണ് ഈ കൊച്ചിൻ ദേവസ്വം ഓഫീസിന് മുമ്പിലുള്ള 2-ാം തീയതിയിലെ പ്രതിഷേധ പകൽ പൂരം. തറവാടക സംബന്ധിച്ച ഹർജി അടുത്ത മാസം 4-ന് ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ പരിഹാരമാർഗം നിർദ്ദേശിക്കാമെന്ന നിലപാടിലാണ് സർക്കാർ. 24 തൃശൂർ. പാലക്കാട് കിഴക്കഞ്ചേരിയിൽ CPI ഓഫീസ് പരിസരത്തെ മരം മുറിച്ചത് ചോദ്യം ചെയ്ത പ്രവർത്തകരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. മരം മുറിക്കൽ വിവാദത്തിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ 24-നോട് പ്രതികരിച്ച 3 പേർക്കെതിരെയാണ് നടപടി. പാർട്ടി ഭൂമിയിലെ തേക്കടക്കമുള്ള മരങ്ങൾ ബ്രാഞ്ച് സെക്രട്ടറി നേതൃത്വത്തിൽ മുറിച്ചു മാറ്റി എന്നതാണ് വിവാദത്തിന് അടിസ്ഥാനം. കിഴക്കഞ്ചേരി വാൽക്കുളമ്പ് CPI ഓഫീസ് പരിസരത്തെ തേക്ക് ഉൾപ്പെടെയുള്ള മരങ്ങൾ ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ മുറിച്ചു കടത്തിയെന്ന വാർത്ത 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. സംഭവത്തിൽ പരാതി നൽകുകയും മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്ത പ്രവർത്തകർക്ക് നേതൃത്വം കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. മാധ്യമങ്ങളോട് പ്രതികരിച്ചു എന്ന കുറ്റം ചുമത്തിയാണ് ഷിബു കുര്യൻ, സിറിൽ ബെന്നി, ഫൈസൽ എന്നിവരെ പുറത്താക്കിയത്.
കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകിയില്ല എന്നാണ് നടപടിക്ക് പാർട്ടി നേതൃത്വത്തിന്റെ വിശദീകരണം. പാർട്ടി മെമ്പർമാരുടെ അനുവാദമില്ലാതെ മരം മുറിച്ചു കടത്തിയ സംഭവത്തിൽ വനംവകുപ്പിനടക്കം പ്രവർത്തകർ പരാതി നൽകിയിരുന്നു. എന്നാൽ പാർട്ടി ഓഫീസ് നവീകരണത്തിന് ഭൂരിപക്ഷം അംഗങ്ങളുടെയും പിന്തുണയോടെ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് മരം മുറിച്ചതെന്നായിരുന്നു ബ്രാഞ്ച് സെക്രട്ടറിയുടെ വിശദീകരണം. 24 പാലക്കാട്. പ്രൈം ന്യൂസിലേക്ക് തിരികെ. എൻഡോസൾഫാൻ കുഴിച്ചുമൂടിയ കാസർഗോഡ് മിഞ്ചി പദവിൽ കേന്ദ്ര സംഘം പരിശോധന നടത്തി. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു വിദഗ്ധ സംഘത്തിന്റെ പരിശോധന. അശാസ്ത്രീയമായാണ് കീടനാശിനി കുഴിച്ചുമൂടിയത് എന്നാരോപിച്ച് ഉടുപ്പിയിലെ മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ രവീന്ദ്രനാഥ് ഷാൻബോഗാണ് ദേശീയ ഹരിത ട്രൈബ്യൂണലിനെ സമീപിച്ചത്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് ദക്ഷിണമേഖല ഡയറക്ടർ ജെ ചന്ദ്രബാബുവിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. എൻഡോസൾഫാൻ കുഴിച്ചുമൂടിയ സ്ഥലവും പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഗോഡൌണും സംഘം സന്ദർശിച്ചു. പ്രദേശത്തെ മണ്ണ്, ജലം എന്നിവയുടെ സാമ്പിളുകൾ ശേഖരിച്ചു. 2 ദിവസത്തിനുള്ളിൽ പ്രാഥമിക റിപ്പോർട്ട് ട്രൈബ്യൂണലിന് സമർപ്പിക്കും. And as a part of this, we have collected some soil sample at the problem area, and also we have collected the groundwater sample within these premises of the plantation area. And we had discussed with our public health center, primary health center at Eswar Mangal, and we have taken some data who are the victims of this and all. And we'll file the report before Honorable NGT for consideration. നിർവീര്യമാക്കാതെ കുഴിച്ചിട്ടതിനാൽ കാലക്രമേണ ഭൂഗർഭജലത്തിൽ എൻഡോസൾഫാൻ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് പരാതിയിലെ വാദം. കുഴിച്ചുമൂടിയത് അശാസ്ത്രീയമാണെന്നത് സാധൂകരിക്കുന്ന തെളിവുകൾ ട്രൈബ്യൂണലിന്റെ മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ടെന്ന് ഡോക്ടർ രവീന്ദ്രനാഥ് ഷാൻബോഗ് വ്യക്തമാക്കി. ശേഖരിച്ച സാമ്പിളുകളുടെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും കേന്ദ്ര സംഘം അന്തിമ റിപ്പോർട്ട് നൽകുക. 24 കാസർഗോഡ്. ഇനി നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. വയനാട് മീനങ്ങാടി സിസിയിൽ കടുവയെ പിടികൂടാൻ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി അരുവയിലിൽ വർഗീസ് എന്ന കർഷകന്റെ ആടിനെ കടുവ കൊന്നിരുന്നു. വയനാട് സൗത്ത് 9 എന്ന കടുവയാണ് മേഖലയിൽ ഉള്ളതെന്നാണ് വനംവകുപ്പിന്റെ സ്ഥിരീകരണം. പുലിഭീതി ഒഴിയാതെ കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖല കൂടരഞ്ഞി പഞ്ചായത്തിലെ പൂവാറംതുള്ളിൽ കഴിഞ്ഞ ദിവസം രാത്രി പുലിയെ കണ്ടെന്ന പ്രദേശവാസികൾ. മേഖലയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. കോഴിക്കോട് നഗരത്തിൽ സ്കൂട്ടറുകളിൽ യുവാക്കളുടെ അഭ്യാസ പ്രകടനം. അപകടകരമായ രീതിയിൽ ഇരുചക്രവാഹനങ്ങൾ ഓടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. 3 യുവാക്കളുടെ ലൈസൻസ് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. സംസ്ഥാന നേതാവ് ഹമീദ് ഫൈസി അമ്പലക്കടവിന് മറുപടിയുമായി മന്ത്രി വി അബ്ദുറഹ്മാൻ. കേരളത്തിന്റെ മതസൗഹാർദ്ദത്തെ തകർക്കുന്ന തരത്തിൽ ആരും പ്രസ്താവന നടത്തുന്നത് ശരിയല്ലെന്ന് മന്ത്രി ആവർത്തിച്ചു. മതസൗഹാർദ്ദത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തവരാണ് പഴയ സംസ്ഥാന നേതാക്കൾ. താൻ പറഞ്ഞതിനെ നല്ല അർത്ഥത്തോടെ സമസ്ത കാണുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി. കനത്ത പുകമഞ്ഞിൽ മൂടി ഉത്തരേന്ത്യ. ഡൽഹി വിമാനത്താവളത്തിലെ 134 സർവീസുകൾ രാവിലെ തടസ്സപ്പെട്ടിരുന്നു. 22 ട്രെയിനുകൾ വൈകി സർവീസ് നടത്തി. പുകമഞ്ഞ് കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചതായും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സ്വർണ്ണവില റെക്കോർഡിൽ പവന് 47,120 രൂപയും ഗ്രാമിന് 5,890 രൂപയുമായി സംസ്ഥാന ചരിത്രത്തിലെ 2ാമത്തെ ഉയർന്ന വിലയാണ്. ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.